SIT അന്വേഷണത്തിലെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ നശിപ്പിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി. വീട്ടിലെ പരിശോധനയ്ക്ക് മുൻപ് രേഖകൾ കത്തിച്ചെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. പോറ്റിയുടെ ഭൂമി ഇടപാടുകൾക്ക് പിന്നിൽ സ്വർണ്ണക്കവർച്ചയാണെന്നതിന്റെ തെളിവുകളും ലഭിച്ചു. ഇതിലെ സ്വർണ്ണക്കവർച്ചയുടെ ഗൂഢാലോചനയിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന് പോറ്റി മൊഴി നൽകിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പരിശോധന നടത്താനെത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് നിർണായക രേഖകൾ നശിപ്പിക്കാൻ ശ്രമിച്ചെന്ന നിഗമനത്തിലാണ് SIT. റവന്യൂ വകുപ്പും SITയും നടത്തിയ 8 മണിക്കൂർ നീണ്ടുനിന്ന പരിശോധനയിൽ വീട്ടുവളപ്പിൽ തീയിട്ടതിന്റെ തെളിവുകൾ കണ്ടെത്തി. തിരുവനന്തപുരം പുളിമാത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പണവും സ്വർണവും പിടിച്ചെടുത്തു. പാളികളുമായും ഭൂമി ഇടപാടുമായും ബന്ധപ്പെട്ട രേഖകളും പിടികൂടി. കോടികളുടെ ഭൂമി ഇടപാട് നടന്നെന്ന് വ്യക്തമാകുന്ന രേഖകളാണ് പിടിച്ചെടുത്തത്. വട്ടിപ്പലിശയ്ക്ക് പണം നൽകി പിടിച്ചെടുത്ത പ്രമാണങ്ങളും ഇതിൽപ്പെടും. അതേസമയം ശബരിമലയിൽ നിന്ന് കവർച്ച ചെയ്ത സ്വർണത്തിന്റെ പങ്ക് തനിക്ക് ലഭിച്ചെന്നും അത് പണമാക്കിയെന്നുമാണ് പോറ്റി SITക്ക് നൽകിയ മൊഴി. ഈ പണം ഉപയോഗിച്ചാണ് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തിയത്. പാളികളിൽ സ്വർണം പൂശാൻ എന്ന പേരിൽ സ്പോൺസർമാരിൽ നിന്ന് കൈക്കലാക്കിയ സ്വർണവും പണമാക്കിയതായി പോറ്റി മൊഴി നൽകി. സ്വർണ്ണ കവർച്ചയുടെ ഗൂഢാലോചനയിൽ 15ഓളം ആളുകൾ ഉണ്ടായിരുന്നെന്ന് സമ്മതിച്ച പോറ്റി ഇവരുടെ പേരുകൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. കൂടുതൽ സ്വർണം തട്ടിയെടുക്കാനും പദ്ധതിയുണ്ടായി. ബംഗളൂരുവിന് പുറമെ ചെന്നൈയിലും ഹൈദരാബാദിലും ഗൂഢാലോചന നടത്തി. താൻ പ്രവർത്തിച്ചത് ഈ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും പോറ്റി മൊഴി നൽകി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.